ഇനി നമ്മളെ ഷുഗർ ബീഡ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കേട്ടോ നോക്കുന്നത്. ഇതുപോലെ നമ്മൾ നീഡിൽ ത്രെഡ് കോർത്തെടുത്തു. എന്നിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ സൂചി കുത്തി എടുത്തിട്ട് ഇതാണ്ട് ആ സൂചിയിൽ ഇങ്ങനെ 4 ബീഡുകൾ ഇങ്ങനെ നമ്മൾ കോർത്തെടുക്കും. ഇത് കണ്ടോ ഇതുപോലെ 4 അല്ലെങ്കിൽ 5 മാക്സിമം അത്രയും മതി കേട്ടോ. ഇവിടെ ഞാൻ 4 ബീഡാണ് കോർത്തിരിക്കുന്നത്. ഇത് കണ്ടോ 4 എണ്ണം എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ നമ്മൾ ആ കുത്തി എടുത്തോട്ട് ഇതുപോലെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് അതുകൊണ്ട് ആ 4ാമത് നമ്മൾ കോർത്തെടുത്തില്ലേ ആ ബീഡ് അതിനോട് തൊട്ട് ചേർന്ന് താഴോട്ട് സൂചി കുത്തി ഇറക്കുക. ഇതാണ്ട് ഇതുപോലെ ഈ വീഡിയോക്കകത്ത് കാണുന്നുണ്ടോ, ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക. കണ്ടോ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ട് പിന്നെ ഒരു 2 ബീഡ് ഇങ്ങനെ മാറ്റി നിർത്തും. മൊത്തം 4 ബീഡല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ബീഡ് അപ്പുറത്തോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഇതുണ്ടോ അതിൻ്റെ നടുവിൽ കൂടെ നമ്മളിങ്ങനെ സൂചി അടിയിൽ നിന്ന് കുത്തിയെടുത്തിട്ട് ഇപ്പുറത്തോട്ടുള്ള 2 ബീഡ് കണ്ടോ, ഇത് കണ്ടോ ഇതിനകത്തൂടെ നമ്മളിങ്ങനെ സൂചി കുത്തിയെടുക്കണം. ഇത് കണ്ടോ ഇതാണ്ട്. എന്നിട്ട് ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ആ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ബീഡുകളില്ലേ അവിടെ നല്ല ടൈറ്റായിട്ട് നിന്നോളും കേട്ടോ. ഇത് കണ്ടോ അപ്പം ഇത് കണ്ടോ, അതായത് പെട്ടെന്നൊന്നും പറഞ്ഞു പോവുക ഇളകി പോവുക ഒന്നും ചെയ്യത്തില്ല. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും ബീഡുകൾ ഇങ്ങനെ, അതായത് നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്തിൽ നമ്മളിങ്ങനെ കോർത്തെടുത്തിട്ട് എപ്പോഴും 4 ബീഡുകൾ ഇങ്ങനെ കോർത്തെടുത്തിട്ട് 2 ബീഡിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ നീഡിൽ വീണ്ടും കുത്തിയെടുത്ത് മറ്റേ ഇപ്പുറത്തോട്ടുള്ള ബീഡിനകത്തുകൂടെ നമ്മളിങ്ങനെ സൂചി വലിച്ചെടുത്ത് ലോക്കിട്ട് കൊടുത്ത് അങ്ങനെ കണ്ടിന്യൂസ് നമുക്ക് ആവശ്യമുള്ള അത്രയും ചെയ്തു പോകും കേട്ടോ. ഇതിനു മുമ്പ് നമ്മളൊരു ഷുഗർ ബീഡിൻ്റെ വർക്ക് ചെയ്തായിരുന്നു. അത് മിറർ വെച്ചിട്ട് മിററിന് ചുറ്റും ചെയ്യുന്ന രീതിയായിരുന്നു. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഷുഗർ ബീഡിൻ്റെ ഇടയ്ക്ക് ഓരോ ലോക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലൗസിലൊക്കെ ചെയ്യുവാണെങ്കിൽ സ്ലീവിലൊക്കെ കൂടുതലും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടല്ലേ ചെയ്തു പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാണിച്ചത് കേട്ടോ ഇത് ഞാൻ. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ ഈ ഒരു മെത്തേഡാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ അതായത് ബീഡുകളൊക്കെ അവിടെ നല്ല ഫിക്സ് ചെയ്ത് നല്ല ഫിറ്റായിട്ട് നല്ല ടൈറ്റായിട്ട് അവിടെ നിന്നോളും. പെട്ടെന്നൊന്നും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകുമോ അല്ലെങ്കിൽ പറഞ്ഞു പോവുകയോ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു ഇപ്പോൾ ഈ ബീഡുകളുടെ സ്റ്റിച്ച് കാണിച്ചത് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ബ്ലൗസുകൾ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ പുറത്തൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അത്യാവശ്യം ചെറിയ വർക്കുകളാണെങ്കിൽ പോലും നല്ല റേറ്റൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് വർക്കുകളൊക്കെ പഠിച്ചിരുന്നാൽ നമുക്ക് തന്നെ നമ്മുടെ ഡ്രസ്സുകളിലൊക്കെ ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ബീഡുകളുടെ വർക്കല്ലേ മിക്കവാറും ബ്ലൗസുകളിൽ കൂടുതലും വരുന്നത്. അതുകൊണ്ട് ഇത് പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഇത് കണ്ടോ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കേട്ടോ അതിരിക്കുന്നത്. നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാം ഇനി മുതൽ അല്ലേ.